The particle executes simple harmonic motion given by the equation x is equal to 12 sine 2 pi t by 10 plus pi by 4. Calculate amplitude, frequency, epoch, displacement at 1.25 seconds, velocity at 2.5 seconds and acceleration at t is equal to 5 seconds. So നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. X is equal to 12 sine 2 pi t by 10 plus pi by 4. അപ്പോൾ ഇതിന്റെ പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് x is equal to a sin ഈ ഫോർമുല ആയതുകൊണ്ട് നമ്മൾ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതുന്ന ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2 pi by t t 5 അല്ലേ? then ആംപ്ലിറ്റ്യൂഡ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ എ എന്ത് കിട്ടും? എ എന്ന് പറയുന്നത് 12 ആണ്. ദെൻ ഇതിന് പ്രത്യേക യൂണിറ്റ്സ് ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ എന്ത് എഴുതിയാൽ മതി? വെറുതെ യൂണിറ്റ്സ് എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ എ എന്ന് പറയുന്നത് 12 യൂണിറ്റ്സ് ആണ്. ഇനി രണ്ടാമത്തെന്ന് വെച്ചാൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 pi by t അല്ലേ? 2 pi by t അല്ലെങ്കിൽ 2 pi ഒമേഗ ടി. ഒമേഗയ്ക്ക് പകരം വന്നിരിക്കുന്ന ടേം ഏതാ? ഒമേഗ എന്ന് പറയുന്നത് 2 pi by t ആണ് അല്ലേ? അതിന് പകരം വന്നിരിക്കുന്ന ടേമാണ് 2 pi by 10 എന്ന് പറയുന്നത്. ഇനി ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് 2 pi f അല്ലേ? സോ 2 pi ക്യാൻസൽ ആയി പോയി. and f is equal to 1 by 10 അല്ലെങ്കിൽ 0.1 ഹെഡ്സ് എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ എപ്പോക്കാണ്. എപ്പോക്ക് എന്ന് വെച്ചാൽ ഫേസ് ഡിഫറൻസിനെ പറയുന്ന പേരാണ് എപ്പോക്ക്. എപ്പോക്ക് എന്ന് പറയുന്നത് 5 ആണ്. സോ 5 ഈസ് pi by 4. ഇത്രയും കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റും വളരെ ഈസിയാണ്. ടൈമിന് പകരം നമുക്ക് 1.25 കൊടുത്താൽ മതി. ഇനി വെലോസിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിനകത്ത് ടിക്ക് പകരം 2.5 എന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ ആക്സിലറേഷൻ ആണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ടിക്ക് പകരം 5 എന്ന് കൊടുക്കേണ്ടി വരും. നമുക്ക് എക്സ് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു 12 സൈൻ 2 pi by 10 t plus pi by 4. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് t is equal to 1.25 seconds ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 12 സൈൻ 2 pi by 10 into 1.25 plus pi by 4 equal to 12 sine 2 pi by 10 into ഈ 1.25നെ ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ? നമുക്ക് ഈ 125 ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് ഡയറക്റ്റ് ആൻസർ പിടിച്ചാലും മതി. ഒരു 25 വെച്ച് വെട്ടുമ്പോൾ ഇവിടെ 5 നേട്ടം, 25 4 നേട്ടം, 5 10 2 എന്ന് കിട്ടി. 2 ക്യാൻസൽ, ബാക്കി pi by 4 ആണ് കിട്ടും. 12 സൈൻ pi by 4 പ്ലസ് pi by 4. 12 സൈൻ 2 pi by 4. 12 സൈൻ pi by 2. Pi by 2 is 90. Sin 90 is 1. So answer 12 units. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് t is equal to 1.25 എന്ന് പറയുന്നത് 12 യൂണിറ്റ്സ് ആണ്. സോ നെക്സ്റ്റ് വെലോസിറ്റി ആണ്. വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എഴുതണം. വെലോസിറ്റി എന്ന് പറയുന്നത് dx by dt ആണ്. which is equal to 12 സൈൻ എന്നുള്ളത് കോസ് ആവും. കോസ് 2 pi by 10 t plus
2π/4. ദെൻ ടൈമിൻ്റെ കോൺസ്റ്റൻ്റ് ഏതാണ്? 2π/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2π/10 എന്ന് കിട്ടും. ദെൻ ടിക്ക് പകരം നമ്മുടെ വാല്യൂ എത്രയാണ്? പ്രോബ്ലത്തിൽ പറഞ്ഞേക്കുന്ന വാല്യൂ എത്രയാണ്? ടിയുടെ 2.5 കൊടുത്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 2 12/5 പൈ കോസ് 2π/10 അവിടെ ഇരിക്കട്ടെ. 2π/10 ഇൻറ്റു 2.5. 2.5നെ നമുക്ക് എന്ത് എഴുതാം? 5/2 എന്ന് എഴുതി കൂടെ? 5/2 പ്ലസ് 5/4. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 2 ക്യാൻസൽ, ദെൻ 5ഉം 10 ക്യാൻസൽ, 2 എന്ന് വരും. 12/5 ഇൻറ്റു കോസ് ഇവിടെ എന്ത് കിട്ടും? π/2 പ്ലസ് 5/4. ഇനി ഇത് നമുക്കറിയാം, ഇതെന്താ? കോസ് 90 പ്ലസ് തീറ്റ അല്ലേ? കോസ് 90 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ആണ് പോസിറ്റീവ്, കോസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആൻസർ -12π/5 ഇൻറ്റു 1π/4ൻ്റെ വാല്യൂ എത്രയാണ്? 1/√, വിച്ച് ഈസ് ഈക്വൽ ടു, ഇപ്പം നിങ്ങൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ആൻസർ എന്ന് പറയുന്നത് -5.33 യൂണിറ്റ്സ്. ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആൻസർ കിട്ടും, ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. സോ ആൻസർ ഈസ് -5.33 യൂണിറ്റ്സ്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് 12π/5 കോസ് 2π/10 t പ്ലസ് 5/4. സോ ആക്സിലേഷൻ എന്തായിരിക്കും? ആക്സിലേഷൻ എന്ന് പറയുന്നത് dv/dt ആണല്ലേ? സോ 12π/5 കോസ് എന്നുള്ളത് എന്താ? മൈനസ് സൈൻ ആണ്. സോ ഇവിടെ മൈനസ് സിമ്പിൾ ആണ്. മൈനസ് സൈൻ 2π/10 t പ്ലസ് 5/4. ദെൻ 2π/10 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താവും? 2 കൊണ്ട് 10നെ വെട്ടുമ്പോൾ 5. സോ -12π²/25 സൈൻ 2π/10 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 5 അല്ലേ? 5 പ്ലസ് 5/4. സോ 5 and 10 ക്യാൻസൽ, 2 and 2 ക്യാൻസൽ. സോ -12π²/25 സൈൻ എന്തായി? പൈ ആയി. പൈ പ്ലസ് 5/4. അപ്പോൾ ഇതാണ് 180 പ്ലസ് തീറ്റ എന്ന് പറയുന്ന ഫോമാണ്. 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് എത്രാമത്തെ ക്വാഡ്രന്റ്? തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റ് സൈൻ എന്തായാലും നെഗറ്റീവ് ആണല്ലോ. സോ -12π²/25 ഇൻറ്റു മൈനസ് സൈൻ എന്ന് പറയുന്നത് സൈൻ തന്നെയാണ് 5/4 ഇസ് ഈക്വൽ ടു പ്ലസ് ആവും ടേം ഇൻറ്റു 1/√2. So answer is 3.35 യൂണിറ്റ്സ്. ഞാൻ പറഞ്ഞു ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടി. ആക്സിലേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ദെൻ ടൈമിന് പകരം ആ വാല്യൂ കൊടുത്തിട്ട് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അങ്ങ് ചെയ്താൽ മതി. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ല ഫൈനലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും ഇങ്ങനെ കിട്ടും. ആൻസർ 3.35 യൂണിറ്റ്സ് എന്ന് കിട്ടും.